ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ചെറുപയർ പരിപ്പ് പായസമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഈസി ആയിട്ട് നമുക്ക് ചെറുപയർ പരിപ്പ് വെച്ചിട്ട് എങ്ങനെ പായസം റെഡിയാക്കി എടുക്കാമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഇത് പാൽ വെച്ചിട്ടല്ല റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് തന്നെ ഈ പോപ്കോൺ റെഡിയാക്കി എടുക്കുന്നതും എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് മക്കൾക്കൊക്കെ ഈ പോപ്കോൺ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ഇത് റെഡിയാക്കി എടുത്ത് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചെറുപയർ പരിപ്പ് പായസം റെഡിയാക്കി എടുത്തിട്ടുള്ളത് പാൽ വെച്ചിട്ടല്ല, നമ്മളിതിലേക്ക് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാൽപ്പൊടി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെറുപയർ പരിപ്പ് പായസം റെഡിയാക്കി എടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറുപയർ പരിപ്പ് വറുക്കാതെയാണ് നമ്മൾ ഈ പായസം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതിനായിട്ട് ചെറുപയർ പരിപ്പ് അതുപോലെ തന്നെ ചൊവ്വരി കൂടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ട് അത് കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പായസത്തിന് വേണ്ടിയിട്ടുള്ളത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ വെച്ചിട്ട് നമ്മളിത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ വേവായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആവശ്യത്തിനൊക്കെ വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിതാ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പരുവമാവുന്ന സമയത്ത് വേണം നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. പാൽപ്പൊടി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമ്മൾ ഒരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കട്ടയൊന്നും ഇല്ലാതെ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പ് വെച്ചിട്ട് ഇതിലേക്ക് ഈ പാൽപ്പൊടി ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് തിക്കായിട്ട് തന്നെയാണ് പാൽപ്പൊടി നമ്മൾ കലക്കിയെടുത്തിട്ടുള്ളത്. 1/2 കിലോ ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ പായസം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതിലേക്ക് 250 ഗ്രാം ചൊവ്വരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 കിലോ പാൽപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നല്ല പോലെ നമ്മൾ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര 1 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് പാനിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശർക്കരപ്പാനി കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലപോലെ മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നുകൂടെ ടേസ്റ്റിയാവും. അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഓപ്ഷണലാണ്. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്നുകൂടെ ഇത് മിക്സാക്കി എടുക്കാം. പായസം നല്ല കുറുകിയ പരുവമായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. മധുരമൊക്കെ പിന്നെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പാക്കറ്റ് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പായസത്തിലേക്ക് ഈ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആവും ഈ പായസത്തിന്. ഈ ചെറുപയർ പരിപ്പ് പായസം നമ്മൾ ചെറുപയറൊന്നും വറുത്തെടുക്കാതെ അതുപോലെ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റിയാവും നമ്മുടെ ഈ മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കുന്ന സമയത്ത്. മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്തതിന് ശേഷം നല്ല പോലെ ഇത് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഏലക്കായ പൊടിച്ചതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെയാവുമ്പോൾ ഒട്ടും കട്ട കെട്ടാതെ തന്നെ നമുക്ക് നമ്മുടെ ചെറിയ ജീരകം ഇതിലേക്ക് ചേർക്കാനായിട്ട് പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് കിസ്മിസ് വേണമെങ്കിലും കാഷ്നട്ട് വേണമെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചെറുപയർ പരിപ്പ് പായസം റെഡിയായിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇത് നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പാൽ വെച്ചിട്ടോ ഒന്നും അല്ല ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് പാൽപ്പൊടി വെച്ചിട്ട് തന്നെ ഈ പായസം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെറുപയർ പരിപ്പ് പായസം നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പോപ്കോൺ റെഡിയാക്കി എടുക്കാം. പോപ്കോൺ റെഡിയാക്കി എടുക്കാനായിട്ട് ഈ കോൺ എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള കോണ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ കുറച്ച് വാങ്ങി വെച്ചാൽ മതി. ചൂടായ കുക്കറിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ല പോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ കോൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യാനുസരണം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ പൊട്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് കഴിയുന്ന സമയത്ത് ഇത് ഓരോന്നായിട്ട് ഇതുപോലെ പൊട്ടി വരും. ആ സമയത്ത് നമുക്ക് കുക്കറിൻ്റെ അടപ്പെടുത്തിട്ട് അതൊന്ന് അടച്ചു കൊടുത്താൽ മതി. വിസിലിടാതെ വേണം നമ്മളിത് അടച്ചു കൊടുക്കാനായിട്ട്. കുക്കറല്ലാതെയും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുക. ഇത് ഇപ്പോൾ ഓരോന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ കുക്കറിൻ്റെ അടപ്പ് ഇതുപോലെ അടച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി ഇത് നമുക്ക് ഇതിൽ നിന്നും പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇത് തുറന്ന് നോക്കിയാൽ നമ്മുടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഒരിത്തിരി കോൺ വെച്ചിട്ട് നമുക്ക് ഒത്തിരി പോപ്കോൺ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് നോക്കണം. ഇതിപ്പോൾ നോർമലായിട്ടുള്ള പോപ്കോൺ ആണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ ഓയിലിന് പകരം നമ്മൾ ബട്ടർ ചേർത്ത് കൊടുത്താൽ നമുക്ക് ബട്ടർ പോപ്കോൺ റെഡിയാക്കി എടുക്കാം. അതുപോലെ നമ്മൾ ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുത്തിട്ട് ക്യാരമൽ ചെയ്തിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരമൽ പോപ്കോൺ റെഡിയാക്കി എടുക്കാം. അതുപോലെ മസാല ചേർത്തിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മസാല പോപ്കോൺ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമുക്ക് ഏത് വിധത്തിലുള്ള പോപ്കോണും റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതൊന്ന് യെല്ലോ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല യെല്ലോ കളറുള്ള പോപ്കോൺ കിട്ടും. ഇത് ഏത് വിധത്തിലും ഏത് ടേസ്റ്റിൽ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനായിട്ട് മറക്കരുത്. പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.